ഓക്കെ. നിങ്ങളുടെ മുമ്പ് സാറിന് നിങ്ങളുടെ ജാതി പറഞ്ഞോട്ടെ. സാധാരണ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ്. കാരണം സാധാരണ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് കൗണ്ട് ചെയ്യുന്നവരെ കാത്തിരിക്കണം. പിന്നെ അത് വരുന്നില്ല. ഏകദേശം ഒരു ധാരണ രീതിയിലായിക്കഴിഞ്ഞു. ചരിത്ര ഒരു ഇലക്ഷനാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ എപ്പോഴും ഭരണപക്ഷത്ത് എംപിമാരെ സൃഷ്ടിക്കാനായി വോട്ട് ചെയ്യും. എന്നാൽ മാത്രമാണ് സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. പൂർണ്ണമായും ഏത് മന്ത്രിസഭ വരുന്ന ഉറപ്പുള്ളതിനാൽ ചിന്തിച്ച് വോട്ട് ചെയ്യുക. പരമാവധി വോട്ടേഴ്സ് വോട്ട് ചെയ്യുക. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക. കൊല്ലത്ത് ഇതുവരെ കണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ രണ്ട് മുന്നണികൾ തമ്മിലായിരുന്നു, രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലായിരുന്നു. ഇത്തവണ അവിടെ രണ്ടിന് പകരം 3 സ്ഥാനാർത്ഥികൾ ശക്തരാണ്, തുല്യരായി നിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പോളിംഗ് കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം. ചേട്ടാ ചേട്ടാ ഇതായിരിക്കില്ല 96 മത്സരിക്കുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി പറ്റില്ല. വോട്ട് ചെയ്യുന്ന എല്ലാവരുടെയും നമുക്ക് ഓരോ ഇന്ത്യൻ സിറ്റിസനും കിട്ടുന്നൊരു റൈറ്റ് ആണല്ലോ. കാൻഡിഡേറ്റിന് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സന്തോഷമാണ്. അല്ല അത്യാവശ്യം പ്രായമുണ്ട്. കണ്ടാൽ പറയാം അത്യാവശ്യം പ്രായമുള്ള കുട്ടിയാണ്. എല്ലാവരും അവിടുത്തെ കോൺസ്റ്റന്റ് നമ്മൾ തന്നെ വോട്ടിനെ കുഴപ്പമില്ല. അതൊരു എക്സ്ട്രാ ഇതല്ല. എല്ലാവരും വോട്ട് നമ്മൾ ആഗ്രഹമാണ്. ചേട്ടാ Enjoy.